ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് കെ സ്റ്റോറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. കലോത്സവങ്ങൾ മത്സരങ്ങൾക്കതീതമായി സഹകരണം, പഠനം, വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 48ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമി ഫൈനൽ അല്പസമയത്തിനകം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. സ്വാമിത്വ പദ്ധതിയുടെ കീഴിൽ 65 ലക്ഷത്തിലധികം പ്രോപ്പർട്ടി കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിതരണം ചെയ്തു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 50,000-ലധികം ഗ്രാമങ്ങളിലെ ഭൂവുടമകൾക്കാണ് അവകാശ രേഖകൾ നൽകിയത്. രാജ്യത്തെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ചരിത്രപരമായ ദിവസമായി ഇതിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് കെ സ്റ്റോറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. തൃശൂർ സിവിൽ സ്റ്റേഷനിൽ പൊതുവിതരണ കേന്ദ്രത്തിന്റെ കെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ വകുപ്പുകളെ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ഏകോപിപ്പിച്ച് ലഭ്യമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോറുകൾ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവം എന്നത് മത്സരങ്ങൾക്ക് അതീതമായി സഹകരണം, പഠനം, വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കുളത്തൂരിൽ നടന്ന 48ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലോത്സവത്തിൽ 205 പോയിന്റുമായി മലപ്പുറം ഗവൺമെന്റ് കൊക്കൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനവും ഷൊർണൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ 3ാം സ്ഥാനവും നേടി. സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പിലും ഇ ഗവേണൻസ് കരാറിലും ഗുരുതര ക്രമക്കേടെന്ന് AG റിപ്പോർട്ട്. സിൻഡിക്കേറ്റ് മെമ്പർ PK ബിജു സർവകലാശാല വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരെ നിയമവിരുദ്ധമായി നേരിട്ട് നിയമിച്ചതായും മുൻ വൈസ് ചാൻസലർ ഡോക്ടർ രാജശ്രീയും പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അയ്യൂബും നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരമാണ് ലഭ്യമായത്. വ്യവസായ രംഗത്ത് കേരളം വളരെയേറെ മുന്നേറിയതായി മന്ത്രി P രാജീവ്. കൊച്ചിയിൽ കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ മുഖഛായ മാറ്റുക എന്നത് പ്രധാന വെല്ലുവിളിയായിരുന്നുവെന്നും അത് വിജയകരമായി അതിജീവിക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു. ലോകോത്തര കോൺഫറൻസ് ഈ വർഷം ഇവിടെ നടന്നത്. അടുത്ത 5 വർഷം അവർ കൊച്ചിയാണ് വെന്യൂവായി തീരുമാനിച്ചിട്ടുള്ളത്. കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ കിൻഫ്രയാണ് കേരള ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന് വിഴിഞ്ഞത്തെ അടിസ്ഥാനപ്പെടുത്തി, പാലക്കാട് അടിസ്ഥാനപ്പെടുത്തി, കൊച്ചി അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. ലോജിസ്റ്റിക്കിൽ തന്നെ 2,000-3,000 കോടിയുടെ നിക്ഷേപം ഈ കൊച്ചി മാത്രം വരുന്നുണ്ട്. വിഴിഞ്ഞം കുറെ കൂടി പൊട്ടൻഷ്യൽ നമുക്ക് അവിടെയും ഈ മേഖലയിൽ വരുന്നുണ്ട്. തിരുവനന്തപുരം പാറശാല ഷാരോൺ വധക്കേസിൽ 1ാം പ്രതി ഗ്രീഷ്മയുടെയും 3ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറിന്റെയും ശിക്ഷാവിധിയിൽ കോടതി ഇന്ന് അന്തിമവാദം കേട്ടു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ ഗ്രീഷ്മയ്ക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർ പഠനത്തിന് പോകണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ പുറപ്പെടുവിക്കും. ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിലൂടെ ബഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള മികച്ച അവസരമാണ് ലഭിക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ബഡ് സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച പാലക്കാട് തൃത്താല ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ മുടവൂർ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സ്കൂളിന്റെ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കലോത്സവത്തിൽ വിജയികളായവർക്കും അധ്യാപകർക്കുമുള്ള ട്രോഫികൾ മന്ത്രി വിതരണം ചെയ്തു. പീച്ചി ഡാം റിസർവോയറിൽ 3 പെൺകുട്ടികൾ മരിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ബാലാവകാശ കമ്മീഷൻ അവലോകന യോഗം നടത്തി. അപകടസ്ഥലം കമ്മീഷൻ അംഗങ്ങൾ സന്ദർശിക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായ കുട്ടി കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യവും കമ്മീഷൻ പരിശോധിച്ചു.
കൊൽക്കത്ത ആർജികർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയി കുറ്റക്കാരനാണെന്ന് കോടതി. കൊൽക്കത്ത സീൽദായിൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 118-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. അതിനുശേഷം മലയാള പരിഭാഷയും ഉണ്ടാകും. ദൂരദർശനിലും പരിപാടി ലഭ്യമാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മറയൂർ മലനിരകളിൽ വിളയുന്ന കാട്ടുകൂർക്കയ്ക്ക് ഈ സീസണിൽ റെക്കോർഡ് വിൽപ്പന. 307.697 ടൺ കൂർക്കയാണ് ഇത്തവണ വിറ്റത്. കൂർക്ക വിൽപ്പനയിലൂടെ മാത്രം 1.50 കോടി രൂപയുടെ വരുമാനം ഗോത്ര സമൂഹത്തിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ സീസണിൽ 106.6 ടൺ കാട്ടുകൂർക്കയാണ് വിറ്റത്. ഇത്തവണ കൂടുതൽ കർഷകർ രംഗത്തിറങ്ങിയതോടെ വിളവ് 3 ഇരട്ടിയായി. മറയൂർ ചന്ദ്രൻ ഡിവിഷന്റെ കീഴിലുള്ള ചില്ലറ ലേല വിപണിയിലൂടെയാണ് കൂർക്ക വിറ്റഴിച്ചത്. മറയൂർ വനത്തിനുള്ളിലെ കവക്കുടി, കുത്തുകല്ല്, നെല്ലിപ്പെട്ടി, വേങ്ങാപ്പാറ, കമ്മാളംകുടി, ഇരുട്ടളക്കുടി എന്നീ ഗോത്ര ഗ്രാമങ്ങളിൽ വനാവകാശ നിയമപ്രകാരം ലഭിച്ച സ്ഥലത്തായിരുന്നു ജൈവ രീതിയിൽ കൃഷി ഇറക്കിയത്. ശരാശരി വലിപ്പമുള്ളതിന് 30 രൂപ മുതൽ 100 രൂപ വരെ വില ലഭിച്ചു. ചെറിയ കൂർക്കയ്ക്ക് 10 മുതൽ 20 രൂപ വരെയായിരുന്നു വില. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വ്യാഴാഴ്ച തോറും നടക്കുന്ന ലേലവിപണിയിൽ എത്തുന്നുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമി ഫൈനൽ മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയാണ് ഇരു ടീമുകളുടെയും എതിരാളി. വനിതകളുടെ മത്സരം രാത്രി 7 മണിക്കും പുരുഷന്മാരുടെ മത്സരം 8:15-നുമാണ്. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ബംഗളൂരു FC മത്സരം പുരോഗമിക്കുന്നു. ഹൈദരാബാദിലാണ് മത്സരം. ഇന്ന് 7:30 കൊച്ചിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. മത്സരത്തിന്റെ ഭാഗമായി കൊച്ചി മെട്രോ സർവീസ് രാത്രി 11 മണി വരെ ദീർഘിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും. വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്ത കേസിൽ കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മകരവിളക്ക് ഉത്സവത്തിന്റെ 5ാം ദിനമായ ഇന്നും സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. നാളെ വരെയാണ് തീർത്ഥാടകർക്ക് ദർശനം നടത്താനാകുക. 20-ന് ഉത്സവത്തിന് സമാപനം കുറിച്ച് നടയടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിലെ മകരവിളക്കുത്സവത്തിന്റെ 5ാം ദിനമായ ഇന്ന് രാവിലെ 3-ന് നട തുറന്നതു മുതൽ വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് 59,543 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. 22,779 തീർത്ഥാടകർ തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്തി. മണിമണ്ഡപത്തിലെ കളമെഴുത്തും വിളക്കെഴുന്നള്ളത്തും നായാട്ടുവിളിയും ഇന്ന് അവസാനിക്കും. തിരുവാഭരണ വിഭൂഷിതനായ ശ്രീധർമ്മശാസ്താവിന്റെ രൂപമാണ് കളമെഴുതുക. വിളക്കെഴുന്നള്ളത്തിൽ ഇന്ന് ഭഗവാൻ ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത് നടത്തുക. ബ്രൂവറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തണമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സ്റ്റോറുകളെ വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ. കലോത്സവങ്ങൾ മത്സരങ്ങൾക്കതീതമായി സഹകരണം, പഠനം, വളർച്ച എന്നിവയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 48ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ഖോ-ഖോ ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളുടെ സെമി ഫൈനൽ അല്പസമയത്തിനകം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം രാത്രി 7:30-ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.